ഇവിടെ വെച്ച് അത് പിന്നെ വീട്ടിൽ ഫോട്ടോ വില കൊടുത്തിട്ട് ഫോട്ടോ ഒക്കെ കിട്ടി. അതിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എന്നാ പിന്നെ ചൂടോടെ ഈ ചായ കുടി. ഇനിയിപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുട്ടിയുടെ കാര്യം പറഞ്ഞു. ഇവരെ ഇവന്റെ അച്ഛനെ വീടിന് മുന്നിൽ നിർത്തി ഫോട്ടോ എടുപ്പിച്ച് എന്താണെന്ന് അറിയാമല്ലോ. അറിയാം. ഈ വായ്പക്ക് അപേക്ഷിക്കല്ലേ, ഈ കാലവർഷക്കെടുതിയിൽ വീടിന് നാശം സംഭവിച്ച് വീട് പുതുക്കിപ്പണിയാനുള്ള അതിനല്ല. ഇവനെ കരുതിട്ടല്ല, ഇവന്റെ അച്ഛനില്ലേ കുട്ടിക്കുഞ്ഞേട്ടൻ, അതേ ഒരു പാവം മനുഷ്യനാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും പൈസ വാങ്ങി കൊടുക്കാൻ പറ്റിയാലേ ഈടുത്ത മെമ്പർ എന്ന നിലയ്ക്ക് എനക്കതൊരു വലിയ സന്തോഷമുള്ള കാര്യം. അതെ, ആ നിലയ്ക്ക് തന്നെ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. ആ ഫോട്ടോ കണ്ട കാണുന്ന ഉദ്യോഗസ്ഥർ അപ്പ കൊടുക്കും വായ്പ. അത്രയ്ക്ക് ധൈര്യം തോന്നുന്ന രീതിയിലല്ലേ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ടുള്ളത്. എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ വർക്കായിരുന്നു. വീടിന്റെ ഫ്രണ്ട് പോർഷന് വലിയ പരിക്കൊന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ വീടിന്റെ മറ്റൊരു സൈഡ് പോർഷനിൽ ഇവന്റെ അച്ഛനെ നിർത്തിയ ഞാൻ ആ ഫോട്ടോ കിടച്ചത്. എന്താ പറയാ, ഈ കല്ലും അടർന്ന് വീണ് ഈ ഓല മേഖലയില്ല ഇങ്ങനെ വീണ് തൂങ്ങി ഒഴിവാതി വല്ലാത്തൊരു ശോചനീയാവസ്ഥ തോന്നുന്ന ഫോട്ടോ. അതിന്റെ വലിയ വെന്റ് നമുക്ക് ഇവിടെ വെക്കണം. സംഗതിയൊക്കെ ശരിയാണ് മനോജ്. ഈ ജാസനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. വീടിന്റെ അവസ്ഥയും പാവം കുട്ടിക്കുഞ്ഞാടുന്ന നിപ്പൊക്കെ കണ്ടാലേ ഭയങ്കര ദയനീയത തോന്നുകയും ചെയ്യും. പക്ഷേ കൂടെ നിൽക്കണ എവിടെ നീ ശ്രദ്ധിച്ച എന്തെങ്കിലും പ്രശ്നം തോന്നുന്നു? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ഇവന്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്. അല്ലാതെ ഇവന്റെ പോക്കറ്റിലോട്ട് നോക്കണോ, ആകെ 25,000 ഉറുപ്പിക തിരിച്ചടക്കേണ്ടാത്ത വായ്പയ്ക്ക് വേണ്ടിയാ അപേക്ഷ വെക്കുന്നത്. 25,000-ന് അപേക്ഷ വെക്കുന്ന ഈ പാവൻ ചെറുപ്പക്കാരന്റെ പോക്കറ്റിലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഫോണി കണ്ട 65,000 ഉറുപ്പിക ഐഫോൺ. ഇത് പോക്കറ്റിന് മാറ്റാൻ മറന്നുപോയേ ഫോട്ടോ എടുത്ത സമയത്ത്. അതാണ് കൃത്യമായിട്ട് പതിയുകയും ചെയ്തത്. സാധാരണ ഇങ്ങനെ വരാത്തതാണ്. ഫോണ് മാത്രം കട്ടി പറ്റണം. ഈ ഐഫോൺ ആയതുകൊണ്ടാണ് പ്രശ്നം. ശരിയാക്കാം. പിന്നെ മാറ്റിക്കൊണ്ടെടുക്കുന്നതിന്റെ പൈസ അതൊന്നും ഒരു പ്രശ്നമല്ലോ. പൈസ പിന്നെ ഫോട്ടോ ഒന്നെങ്കിൽ എന്നെ എത്തിക്കുക, അല്ലെങ്കിൽ ആ പാപ്പാനെ ഡ്രൈവിംഗ് സ്കൂളിൽ എത്തിക്കുക. ആയിക്കോട്ടെ. എന്തേലും പുറത്ത് കിടക്കുന്ന KL-18 14 ഓട്ടോറിക്ഷ. അതെ, എന്തെങ്കിലും നീരിങ്ങ പാലത്തിനടുത്ത് വെച്ച് ഒരു സ്ത്രീ ഓടിച്ച സ്കൂട്ടിയിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയില്ലേ? അനക്കറിയില്ലാട്ടാ, ഇവർക്ക് ആള് മാറിപ്പോയതാ. ആളൊന്നും മാറിയിട്ടില്ല ഭായി. KL-14, 18, 19 ചീക്കൊടുത്ത വണ്ടി തന്നെയാണെന്ന്. ആ വണ്ടി ഇന്റെ വണ്ടിയാണെങ്കിൽ ഇടിച്ചിട്ട് നിന്ന് തന്നെയാണ്. ഇടികൊണ്ടുകൂടെ പെണ്ണുങ്ങളെ കാലിന് പരിക്കുണ്ട്, വണ്ടിക്കാണെ നല്ലോണം പറ്റിയിട്ടുണ്ട്. ആ ഇടികൊണ്ടുകൂടെ പെണ്ണുങ്ങളാ ഒരു വണ്ടി കയറ്റി ആശുപത്രി കൊണ്ടുപോകാനുള്ള മര്യാദ പോലും നീ കാണിച്ചില്ല. ഇനി അതൊരു വിഷയമില്ല. ആശുപത്രി ചെലവോ വണ്ടി നന്നാക്കാനുള്ള പൈസയോ എന്താച്ചാ കൊടുത്ത് പ്രശ്നം തീർത്താളി. ആ പൈസ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഏതോ 2 ഊളകള് വന്ന് കണ്ണി കണ്ടത് പറയുന്നതനുസരിച്ച് കയ്യിലുള്ള കായെടുത്ത് കൊടുക്കുന്ന പിരാന്തല്ല. ഒന്ന് ചെലക്കാണ്ട് പോടാത്ത തെമ്മാടിത്തരം കാണിച്ചെന്ന് ചെലക്കുന്നടാ. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് പെണ്ണിനെ അടിച്ച് തെറിപ്പിച്ച് മോനെ പിന്നെ കാണാൻ തിരിഞ്ഞിക്കില്ല കേട്ടോ. എന്നാ പിന്നെ കുത്തിപ്പൊള്ളത്തളയും ചെലവൂടോളെ ആ വിനോദിന്റെ അമ്മായിയാണെങ്കിൽ നീ പോയി മരുന്ന് കൊടുക്കണ. ആ വണ്ടി നിന്റെ വണ്ടിയാണെങ്കിൽ നന്നാക്കി ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ആ പേര് പറഞ്ഞ് നിന്റെ നേർക്ക് വന്നാണ്ടല്ല പൊരക്കത്തില്ല. 2 പന്നികളും ചാവണ്ടെങ്കിൽ ഇത് പോടാ, അല്ലെങ്കിൽ പോടാ വാട. അതെ, നമ്മളത് വലിയ അറിയുന്നതല്ലാതെ വേറെ വലിയ അടുപ്പമൊന്നുമില്ലല്ലോ. പോട് പോട്. ഓനൊരു പ്രത്യേക ടൈപ്പാ.
ഇത് വേഗം ശരിയാക്കും. ഈ പ്രത്യേക ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ? കൊട്ടേഷൻ നല്ല ബെസ്റ്റ് കൊട്ടേഷൻ. വടകരയിൽ ജനിച്ചു നിന്നുള്ളൂ. കൊച്ചി ടീമായിട്ടാണ് കണക്ഷൻ. കഞ്ചാവടക്കം പല ഏർപ്പാടുണ്ട്. വെറുതെയാണ് പോക്കറ്റ് 60,000 ഐഫോൺ. സ്വന്തം തന്നേക്ക് ഒരു 10 പൈസ കൊടുക്കില്ല. ഈ മെമ്പർ കുട്ടികളൊക്കെ ഓനെ കൊണ്ട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ ലോണൊക്കെ ശരിയാക്കി കൊടുക്കുന്നത്. ഇതിൽ നിന്നും 10 പൈസ കുട്ടിക്കുഞ്ഞാർക്ക് ഉണ്ടാവും. എന്തെങ്കിലും ആട്ടെ, ഈ എത്രയും പെട്ടെന്ന് ആ ഫോട്ടോ ശരിയായി കൊടുത്തേക്ക്. പിന്നെ ഇമാതിരി സാധനങ്ങളെ പരമാവധി അടുപ്പിക്കാതിരിക്കുക കേട്ടാ. ഒന്ന് വേഗം വീട്ടിലേക്ക് വാ. പൊന്നൂന് തീരെ സുഖമില്ല. സുഖമില്ലേ? എന്തേലും കുറച്ച് ദിവസങ്ങളായി അവള് പറയുന്ന ആ തലവേദന ഇപ്പൊ ആദ്യത്തെ പോലെയല്ല. തല പൊട്ടി പോകുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കോ കുഞ്ഞ്. ഒന്ന് വേഗം വാ. പൊന്നു